ഹലോ, വിനോദിനി എസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇഷ്ടമില്ലാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതുപോലെ ഒരു മോട്ടിവേഷനും ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും പരിമിതികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതെന്താണെന്ന് അറിഞ്ഞ് ഞാനത് അടുത്ത വീഡിയോയ്ക്കകത്ത് തിരുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ നാളൊരു സർപ്രൈസിങ് വീഡിയോ വരുന്നുണ്ട്. സർപ്രൈസിങ് വീഡിയോ ആണോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം എടുക്കാൻ നോക്കാം. പിന്നെ ഇവിടെ നല്ല മഴയും കാറ്റും തണുപ്പും മഞ്ഞും എല്ലാം ഉണ്ട് കേട്ടോ. എപ്പോഴും മഴയാണ്. അതുപോലെ തന്നെ എല്ലാവരും സേഫായിട്ടിരിക്കാൻ നോക്കുക. ഇപ്പോൾ ഈ മഴ സമയത്ത് ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. മക്കളെയൊക്കെ ആയാൽ പോലും നമ്മൾ വെള്ളത്തിൽ വിടാനോ അല്ലെങ്കിൽ ചെറിയ തോടുകളിൽ വിടാനോ ഒന്നും ഇടവരുത്തരുത്. ഒത്തിരി അപകടങ്ങൾ ഇതൊക്കെ രണ്ട് പിള്ളേർ മീൻ പിടിക്കാൻ പോയപ്പോൾ ഷോക്കേറ്റി മരിക്കുകയൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ നമ്മൾ നോക്കുക, നമ്മൾ വിടാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു അച്ചാർ ഇടുന്ന വീഡിയോ എടുക്കാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാങ്ങ അച്ചാറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ മാങ്ങയെല്ലാം അരിഞ്ഞ് ഉപ്പിട്ടിട്ട് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതങ്ങ് നമ്മളങ്ങ് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു പാൻ അടുപ്പ് വെച്ചിട്ട് അത് ചൂടായതിന് ശേഷം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം ചട്ടി നല്ലപോലെ ഇച്ചിരി ചൂട് കൂടുതലായി പോയിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല. പിന്നെ നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കടുകിട്ട് കൊടുക്കുക. സാധാ അച്ചാർ ഇടുന്ന പോലെ തന്നെയാണ്. പിന്നെ അതൊരു വീഡിയോ ആയിട്ട് ഞാൻ എടുത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർ കാണുക, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ പൊട്ടി വരുന്നുണ്ട്. പൊട്ടി വന്നിട്ട് ശേഷം നമ്മളതിനകത്തേക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. അടുത്ത് നമ്മൾ വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്. ഒരു 5-6 വെളുത്തുള്ളി ഉണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കൊടുത്തതാണ്. അപ്പം അത് ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊടിയാണ് വേണ്ടത്, പക്ഷെ അതില്ലാത്തത് കൊണ്ട് നമ്മളത് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്, കാരണം ആ ചട്ടിക്കകത്ത് തന്നെ നല്ല ചൂടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഓഫ് ആക്കിയില്ലെങ്കിൽ അത് കരിഞ്ഞു പോകും, വേറൊരു ചുവ വരും. അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് പിന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ല ചൂടായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി ഇട്ട് ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്, കാരണം അത്യാവശ്യം എരിവ് ഉണ്ടായിരുന്നുണ്ട്. പിന്നെ ഈ മഴ സമയത്തൊക്കെ ആകുമ്പോൾ ഇച്ചിരി എരിവൊക്കെ കൂട്ടി ഒരു കഞ്ഞിയുടെ കൂടെയൊക്കെ ഒരു അച്ചാർ കഴിക്കണം നല്ലതല്ലേ. പിന്നെ നമ്മൾ അച്ചാർ പൊടി ഇട്ട് കൊടുക്കുന്നത് ബ്രാഹ്മിൻസിൻ്റെ അച്ചാർ പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത് കായം പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതെല്ലാം കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമ്മളത് മിക്സാക്കി കൊടുക്കണം. കാരണം ഫ്ലെയിം ഇതുവരെ ഞാൻ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ, കാരണം ആ ചട്ടിക്കകത്തുള്ള ചൂടിൽ തന്നെ അത് നല്ലപോലെ ഇതായി വരും. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ അരിഞ്ഞ് ഉപ്പിട്ട് നമ്മൾ മാറ്റി വെച്ചത് മാങ്ങയാണ്. അപ്പോൾ അത് നമ്മൾ ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ മാങ്ങ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. നല്ലപോലെ ആ അരപ്പിലായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാം ഇതാക്കുക. നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ വിനീഗർ മാത്രമില്ലായിരുന്നു കേട്ടോ, ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്